പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 20 വരെയുള്ള ശ്ലോകങ്ങളെക്കുറിച്ച് നാം ഇന്നലെ വരെ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് 21-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഭഗവാൻ അർജുനനോട് തൻ്റെ ഉപദേശങ്ങളെ തുടരുകയാണ്. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. ഹേ പാർത്ഥ, അല്ലയോ അർജുന, യാതൊരാൾ ഏനം ഈ പറയപ്പെട്ട ആത്മാവിനെ, അവിനാശിനം വിനാശരഹിതനെ, നിത്യം നിത്യനെ, അജം ജന്മരഹിതനെ, അവ്യയം ക്ഷയരഹിതനെ, വേദ അറിയുന്നു, സ പുരുഷ അങ്ങനെയുള്ള ആൾ, കഥം ഘാതയതി എങ്ങനെ ആരെ കൊല്ലിക്കുന്നു, ഹന്തി കൊല്ലുന്നു. അല്ലയോ പാർത്ഥ, പ്രകൃതത്തിൽ പറയപ്പെട്ട നാശരഹിതനും നിത്യനുമായ ആത്മാവിനെ യാതൊരാളാണോ അജനും അവ്യയനുമാവ് അറിയുന്നത്, അയാൾ എങ്ങനെ ആരെ കൊല്ലിക്കുന്നു, ആരെ കൊല്ലുന്നു. ഭഗവാന്റെ ഉപദേശങ്ങൾ വേദാന്തമായതുകൊണ്ട് തന്നെ ഭഗവാൻ പയ്യെ പയ്യെ അർജുനനെ ഉയർത്തുകയാണ്. അർജുന, ഞാൻ നിന്നെ ആരെയെങ്കിലും കൊല്ലിക്കാൻ പോകുന്നില്ല. അപ്പം ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ഒരു ആരോപണം ഇതാണല്ലോ പ്രധാനമായിട്ട്. കൊല്ലില്ല എന്ന് പറഞ്ഞ അർജുനോട് കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊല്ലിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഭഗവത്ഗീത. ഇതെന്ത് പഠിക്കാൻ എന്നൊക്കെയാണല്ലോ ഗീതാ വിമർശകന്മാർ സംസാരിക്കുന്നത്. അവർക്കറിയില്ല. ഭഗവാൻ പറയുകയാണ്, ഞാൻ ആരെയും കൊല്ലിക്കുന്നില്ല, നീ ആരെയും കൊല്ലുന്നുമില്ല. കാരണം ഈ കൊല്ലപ്പെടുന്ന ശരീരമല്ല ദേഹി ആത്മാവ് എന്നറിയുക. അതുകൊണ്ട് അർജുന, യുദ്ധം ചെയ്തേ മതിയാവുള്ളൂ. ഭഗവാൻ അർജുനനെ കർമ്മത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ അർജുനൻ പറയുന്ന വാദമുഖങ്ങളെ ഇല്ലാതാക്കലാണ് ഭഗവാന്റെ ഉപദേശത്തിന്റെ മുഖ്യ ലക്ഷ്യം. എന്തെങ്കിലും പറഞ്ഞ് നിനക്ക് സ്വർഗം കിട്ടും, നരകം കിട്ടുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ചെയ്യിക്കുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ സ്വബുദ്ധിയിലേക്ക് ശരിയായ അറിവിനെ നൽകി ആ അറിവിലൂടെ കർമ്മം ചെയ്യുമ്പോൾ അത് ശാശ്വതമാണ്. നിങ്ങൾ ഒരാളെ പേടിച്ചിട്ട് ഒരു കർമ്മം ചെയ്യുന്നു, ആ പേടി മാറുന്ന ദിവസം ആ കർമ്മം അവസാനിക്കും. എന്തെങ്കിലും ഒരു കാര്യസാധനത്തിനു വേണ്ടി നമ്മളൊരു കർമ്മം ചെയ്യുന്നു, ആ കാര്യം എന്നാണോ നിന്നു പോകുന്നത് അന്ന് ആ കർമ്മം അവസാനിക്കും. എന്നാൽ ഇതെൻ്റെ കടമയാണ് എന്ന ബോധ്യത്തിൽ നിന്ന് കർമ്മം ചെയ്യുന്നുവെങ്കിൽ ആ കർമ്മം മരണം വരെ നമുക്കൊപ്പം കർമ്മമായിട്ട് തന്നെ ഉണ്ടാവും. അത് ശ്രേഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ആത്മസംതൃപ്തിയോടുകൂടി ചെയ്യാൻ പറ്റും. എന്നാൽ ഭയപ്പെട്ട് ചെയ്യുന്ന, മോഹിച്ചു ചെയ്യുന്ന ഒരു കർമ്മവും ശരിയായ അർത്ഥത്തിൽ ഫലപ്രദമാകുന്നില്ല. സ്വർഗം കിട്ടുവാൻ വേണ്ടി ദാനം ചെയ്യുന്നു എങ്കിൽ ആ സ്വർഗത്തിലെ സുഖങ്ങൾ എനിക്ക് ലഭിക്കുവാൻ വേണ്ടി ഞാൻ ഭൂമിയിൽ ദാനം ചെയ്യുന്നു. പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ദാനം ചെയ്താൽ ശരിക്കും കർമ്മത്തിന്റെ ഫലം ലഭിക്കുന്നില്ല. നരകത്തെ ഭയന്നതുകൊണ്ട് ദാനം ചെയ്യുന്നു. ഞാൻ ദാനം ചെയ്തില്ലെങ്കിൽ എനിക്ക് നരകവും മറ്റോ കിട്ടുമോ എന്ന ചിന്തയിൽ നിന്ന് ദാനം ചെയ്യുന്നുവെങ്കിൽ അതും ശരിയായ തൃപ്തിയെ മനുഷ്യന് നൽകുന്നില്ല. ഇവിടെ കർമ്മത്തിൽ നിന്നും അർജുനൻ പിന്തിരിഞ്ഞോടാൻ പരിശ്രമിക്കുമ്പോൾ അർജുനനെ കർമ്മ നിപുണനാക്കി സ്വന്തം ഭാവത്തെ, അർജുനന്റെ സ്വന്തം ഭാവം ഇതല്ല, ഈ പറയുന്ന ഭീരുത്വത്തിന്റെ ഭാവമല്ല അർജുനന്റെ ഭാവം, മറിച്ച് സ്വധർമ്മത്തെ കൃത്യമായിട്ട് ചെയ്യുവാൻ കഴിയുന്ന ധീരയോദ്ധാവാണ് അർജുനൻ. സ്വന്തം ബന്ധുജനങ്ങളെ മുന്നിൽ കണ്ടുപോയപ്പോൾ അർജുനനുണ്ടായ മാനസിക പ്രയാസത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വാക്കുകളാണ് അർജുന വിഷാദ യോഗം. ഇവിടെ
അർജുനനോട് ഭഗവാൻ പറയുന്നു, ഞാൻ ആരെയും കൊല്ലിക്കുന്നില്ല, നീ ആരെയും കൊല്ലുന്നുമില്ല. കൊല്ലുവാനോ കൊല്ലിക്കുവാനോ നമുക്ക് സാധ്യമല്ല. ആത്മാവ് നിത്യമാണ്, അത് ശാശ്വതമാണ്, അത് ജനിക്കാത്തതാണ്. ജനിക്കാത്ത ഒന്നിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, ജനിക്കുന്ന ഒന്നിനെ നശിപ്പിക്കാം. അങ്ങനെ സർവ പ്രപഞ്ചത്തിൻ്റെയും അടിസ്ഥാന തത്വമായ ആ ഈശ്വര ചൈതന്യത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ ഭാഗമായ ആത്മാവ് ഉണ്ടാകുന്നുമില്ല, നശിക്കുന്നുമില്ല. ഇന്ന് നമ്മുടെ ഒരു പഠിതാവ് ഈ ഒരു സന്ദർഭത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു, എങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാക്കപ്പെട്ട മായയല്ലേ, ഈ പ്രപഞ്ചത്തിന് നാശമുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. പ്രപഞ്ചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ആകാശവും ഭൂമിയും സൗരയുധങ്ങളും ചന്ദ്രനും സൂര്യനും എല്ലാം ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നാശമുണ്ട് എന്നറിയുക. അത് ശാസ്ത്രവും പറയുന്നുണ്ടല്ലോ, ഈ ഭൂമിക്ക് ഒരു ഉത്ഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതിന് നാശവും ഉണ്ടാകും എന്നറിയണം. ഭൂമി ഉണ്ടാകുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം, ഇനി കോടിക്കണക്കിന് വർഷങ്ങൾ അത് ജീവിക്കാം. പക്ഷെ എത്ര കോടി വർഷം കഴിഞ്ഞാലും ഭൂമി ഒരു ദിവസം മരിക്കും, ഇല്ലാതാകും. അതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട സകലതിനും നാശമുണ്ട്. അതിനെയാണ് ഹിന്ദുക്കൾ മായ എന്ന വാക്കുകൊണ്ട്, മിഥ്യ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ഇതൊന്നും ഇല്ല എന്ന അർത്ഥത്തിലല്ല, ഇതൊന്നും ശാശ്വതങ്ങളല്ല എന്ന അർത്ഥത്തിലാണ്. എന്നാൽ സകല വിദ്യകൾക്കും അപ്പുറം ഒരിക്കലും നശിക്കാത്ത ഒരു ചൈതന്യം അവശേഷിച്ചാൽ മാത്രമേ പുതിയൊരു ഭൂമിയെ വീണ്ടും സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ, പുതിയൊരു സൂര്യനെയും സൗരയുധത്തെയും സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ. നോക്കൂ, ഒരു ദിവസം ആകാശത്തിൽ എത്ര ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം നശിച്ചു പോകുന്നുണ്ട്. എത്ര എണ്ണം, എത്ര നക്ഷത്രങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. ആധുനിക ശാസ്ത്രം കണ്ടെത്തിയതല്ലേ അത്. പുതിയത് സൃഷ്ടിക്കപ്പെടുന്നുണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മഹത്തായ സംഭവങ്ങളെക്കുറിച്ചും മനുഷ്യന് അറിയാവുന്നത് ഒരു 10% അറിയാത്തത് മഹാസാഗരം പോലെ അങ്ങനെ പരന്നു കിടക്കുകയാണ്. ഈ കാണുന്ന സകല വൈവിധ്യങ്ങൾക്കും പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു അജയ്യമായ, നിത്യമായ, ശാശ്വതമായ ഒരു സത്യമുണ്ട്. അതാകുന്നു ബ്രഹ്മം. അർജുന, നീയും ഞാനും ആ ബ്രഹ്മത്തിൻ്റെ ഭാഗമായ ആത്മാവാണ് എന്നറിയുക. ആത്മാവ് നിത്യമാണ്, അതൊരിക്കലും നശിക്കാത്തതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നീ ദ്രോണരെയും ഭീഷ്മരെയും കൊന്നാൽ അവർ ചാവുന്നില്ല, അവർ മരിക്കുന്നില്ല. നീ കൊല്ലുന്നത് അവരുടെ ഭൗതിക ദേഹത്തെയാണ് എന്നറിയുക. ആത്മാവിനെ കൊല്ലുവാൻ ആയുധങ്ങൾക്ക് സാധ്യമല്ല എന്ന് നീ അറിയണം. അതുകൊണ്ട് ഈ ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് നീ നിന്റെ കർമ്മത്തിലേക്ക് തിരിച്ചു വരൂ. അർജുനനെ ഉപദേശിച്ച് മരണമെന്ന അവസ്ഥയെക്കുറിച്ച്, ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച്, ശരീരത്തിൻ്റെ നശ്വരമായ അവസ്ഥയെക്കുറിച്ച് ഒക്കെ ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലൂടെ ചെയ്യുന്നത്. നമുക്ക് നാളെ അടുത്ത ശ്ലോകം ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.